ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കാം. 17/5/25 കഥയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ വെച്ചാൽ മധുസൂദനൻ ഒരാളെ പിന്നെ ഏർപ്പാടാക്കുകയാണ് നമ്മുടെ രവിയെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട്. കാരണം രവിയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ സച്ചി അത് നോക്കിയിരിക്കില്ല. അപ്പോൾ സച്ചിയും രേവതിയും പിന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ രവിയും അശോകനും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇയാൾ കാണിച്ചു കൊടുക്കണം, അതാണ് ഇരിക്കുന്നവനാണ് കക്ഷി, നീ അയാളെ അടുത്ത് പോയിരുന്നിട്ട് പോയിരിക്കുക, ബാക്കിയൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു തരുന്ന പോലെ ചെയ്യുകയെന്ന് പറയും. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കുറച്ച് കഷണ്ടേക്കുള്ള ഒരാളാണ് അയാൾ. അങ്ങനെ രവിയുടെ അടുത്ത് വന്നിട്ട് കാലിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചിട്ട് രവി എങ്ങനെ ചവിട്ടുക. ആ രവി ആദ്യം ഒന്ന് നോക്കും. അപ്പോൾ ഇങ്ങനെ ഷൂ ഇട്ടിട്ടാണ് ആ രവിയെ ചവിട്ടുന്നത് കേട്ടോ. അപ്പോൾ കാരണം രവിക്ക് മനസ്സിലാവും ഇത് എന്തോ ഉടായിപ്പാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ മധുസൂദനൻ എന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ടാവും രവിനെ. കാരണം അപ്പോൾ അയാൾക്ക് മനസ്സിലായി, രവിക്ക് മനസ്സിലായി ഇത് മധുസൂദനൻ അപമാനിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അയാളുടെ ആ ചിരിയും ഭാവമൊക്കെ കണ്ടപ്പോൾ തന്നെ ഇത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മളെ രവി തിരിഞ്ഞു നോക്കുമ്പോൾ നേരെ 2-3 സീറ്റ് പിന്നിൽ സച്ചിയും രേവതി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കും. പിന്നെ ഇയാളിങ്ങനെ ഇടങ്കണ്ണിട്ടിട്ട് രവിനെയും നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അശോകൻ ശ്രദ്ധിക്കുന്നില്ല അത്. അപ്പോൾ അശോകൻ ശ്രദ്ധിക്കുമ്പോൾ ഇയാളെ നോക്കുമ്പോൾ ഇയാളെ മുഖത്തൊരു പുച്ഛച്ചിരി, കാരണം അടുത്ത് വന്നിരിക്കുന്ന അയാളുടെ മുഖത്ത്. അപ്പോൾ രവി തീർച്ചയാക്കി ഇതെന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണെന്ന് മനസ്സിലായി. അപ്പോഴാണ് അശോകൻ കാണുന്നത് ഈ രവിയെ അയാൾ ഈ ഷൂസ് ഇട്ട് ഇങ്ങനെ ചവിട്ടുന്നുണ്ട്. അപ്പോൾ രവി നിന്നെയല്ലേ ഈ ചവിട്ടുന്നത് പറയുമ്പോൾ മിണ്ടണ്ട അശോക എന്നറിയാം. അതെന്താ അത് ചോദിക്കണ്ട, ഇങ്ങനെയാണോ ചെയ്യുന്നത്, ആളെന്താ അപമാനിക്കുകയാണോ വന്നിട്ട് നോക്കുമ്പോൾ അപ്പോൾ നീ സംസാരിക്കില്ലേ അറിയും, നീ ഇവിടെ ഒച്ചയിട്ട് കഴിഞ്ഞാൽ നമ്മളെ സച്ചി വരും, സച്ചി വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും, നിനക്കറിയാലോ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മധുസൂദനൻ്റെ മനഃപൂർവ്വമുള്ള പരിപാടിയാണത്. അയാൾ പോവും ചെയ്തു, അയാൾ ഇതൊക്കെ കണ്ടിട്ട് അയാൾ പോവും ചെയ്തോ. അപ്പോൾ പറയും അവനെന്തോ എന്നെ അപമാനിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് അറിയാം. അങ്ങനെ പറ്റില്ല, അത് ചോദിച്ചേ പറ്റൂ പറയുമ്പോൾ അശോക നീ ഇങ്ങോട്ട് വാ നമുക്ക് ഇവിടുന്ന് മാറിയിരിക്കാന്ന് പറഞ്ഞിട്ട് രവി അശോകനെ പിടിച്ച് മാറ്റി നിർത്തുക. പറയും നീ കണ്ടില്ലേ ആ മധുസൂദനൻ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ മോൻ എന്തായാലും അതിൽ ഇടപെടുക. ഇപ്പോൾ ഇവിടെ അലങ്കോലാക്കി എന്ന് പറഞ്ഞിട്ട് എൻ്റെ മോനെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തും പിന്നെ പറയുകയാണ്. എന്നാലും ഇത് കുറച്ച് കടന്ന കൈയാണ് പറയുമ്പോൾ സാരില്ല നമുക്ക് ക്ഷമിക്കാം എന്നൊക്കെ അങ്ങനെ പറയും, നമുക്ക് മാറി എവിടെയെങ്കിലും പോയിരുന്നാൽ പോരെ എന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മാറിയിരിക്കുമ്പോൾ അയാളിങ്ങനെ നോക്കുകയാണ്. കാരണം ഇവർ നീച്ചു പോയി, ഇയാൾ വിചാരിച്ചത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഇവർ അവിടുന്ന് നീച്ചു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ അയാൾ ഒന്നും അനങ്ങുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കുമ്പോൾ സച്ചി മിണ്ടാതിരുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പറയും സച്ചിയേട്ടാ എന്തെങ്കിലും ഒന്ന് അറിയുമ്പോൾ അപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ആക്ഷൻ കാണിക്കുക, എന്ത് പറയാൻ എന്നറിയും, എന്തെങ്കിലും ഒന്ന് സച്ചിയേട്ടാ അറിയും. അപ്പോൾ പറയും ഒന്നിങ്ങനെ കൈ കൊണ്ട് തന്നെ എനിക്ക് ഒന്നുമില്ല നീ അങ്ങോട്ട് നോക്കുന്നതൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് പറയുകയാണ്. അപ്പോൾ പറയും ഇനി മിണ്ടുകയില്ലേക്കും, അപ്പോൾ എന്നറിയും. അപ്പോൾ പറയും ഒന്നും പറയില്ലേക്കും എന്നറിയും. അപ്പോൾ കാണാൻ ഒരു സ്ത്രീ ജ്യൂസ് കൊണ്ട് അപ്പോൾ ഞാൻ ജ്യൂസ് വാങ്ങി തരേക്കുമ്പോൾ എന്നറിയും കേട്ടോ. എന്നാൽ ഞാൻ പോയി വെള്ളം എടുത്തിട്ട് പറയുക, അപ്പോഴും വേണ്ടാന്ന് പറയും, ഇങ്ങനെ കൈ ഇങ്ങനെ കുലുക്കി വേണ്ടാന്ന് പറയും. അപ്പോൾ പറയും അപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോഴും സച്ചി ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ സച്ചിക്ക് ഒരു നുള്ളു കൊടുക്കുകയാണ് രേവതി, ഇങ്ങനെ നുള്ളിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രേവതി സച്ചി എന്നൊക്കെ പറയുന്നാലും മിണ്ടില്ല, അമ്മയെന്ന് പറയില്ല. അങ്ങനെ അവസാനം പിന്നെ അവളിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കട്ടോ, ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമെന്ന് വിചാരിച്ചിട്ടാണ് സച്ചിയേട്ടനെ പിച്ച് ചെയ്തത്, എന്നിട്ട് സച്ചിയേട്ടൻ ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറയും. അപ്പോഴേക്കും സച്ചീനെ അറിയുന്ന ഒരാൾ വരികയാണ്. അയാൾ വന്നിട്ട് ഇങ്ങനെ സച്ചിയോട് ചോദിക്കുക, സച്ചി എന്ത് പറ്റി, എന്താ നീ മിണ്ടാതിരിക്കണേക്ക്? ഇപ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ നീ വളവള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളോ, നീ ഇപ്പോൾ എന്താ മിണ്ടാണ്ടിരിക്കുക, എന്തെങ്കിലും പ്രശ്നം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്നിങ്ങനെ ആക്ഷൻ കാണിക്കും. ശരി ഞാൻ അവിടെ ഉണ്ടാവുന്നിട്ട് അയാൾ അങ്ങോട്ട് പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ എന്താ പറയുക മഹിമയും മധുവും കൂടി ഇങ്ങനെ നോക്കുക. അപ്പോൾ മഹിമ അങ്ങനെ നോക്കണപ്പോൾ മധു വന്നിട്ട് ചോദിക്കണം, നീ എന്തായി നോക്കുന്നത്, നീ ആരെയും നോക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഒരാൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അയാളെ നോക്കി നിൽക്കുകയാണ്, അയാളെ കാണുന്നില്ല അറിയും. അപ്പോൾ പറയും അതാരോഗ്യമ്പോൾ അതൊക്കെ ഉണ്ട്, അത് എങ്ങനെയെങ്കിലും സച്ചിനെ പ്രകോപിപ്പിച്ചിട്ട് അവിടുന്ന് പിന്നെ കച്ചറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരാളെടുത്ത് ചട്ടം കെട്ടിയിരുന്നു, അയാൾ വന്നിട്ടില്ല, അയാളെ കാത്തിരിക്കുക ഞാനറിയും. അപ്പോൾ അറിയും എന്തെങ്കിലുമൊക്കെ ചെയ്യും, അയാൾ വരും, നീ ഒന്ന് സമാധാനമായിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും കൂടെ നിന്നിട്ട്. പിന്നെ നമ്മുടെ ശ്രുതിയാണ് നെട്ടോട്ടം പറയണോ അറിയും. ശ്രുതിയുടെ അടുത്തേക്ക് മീര വരും, നീ എന്തത് ഡ്രസ്സൊന്നും മാറാതെ നിൽക്കുന്നത്, നീ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല അറിയും. എടി അച്ഛൻ വരാം, ഇനിയിപ്പോൾ സമയമായില്ലേ, അയാൾ വരുമോ
പിന്നെ അവരൊരാളെ ചട്ടം കെട്ടിയിട്ടുണ്ട്. അത് വെറും ഡ്രിങ്ക്സാണ്, വെള്ളം അടിക്കുന്ന ആളാണ്. അപ്പോൾ പറയും അയാൾ വരുമോ നമുക്ക് ഇവിടെയൊക്കെ സച്ചിനെ പിന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയെന്ന് പറയുമ്പോഴേക്കും, പിന്നെ അതുമല്ല എൻ്റെ അമ്മായിയമ്മ എനിക്കൊരു സ്വൈരം തരുന്നില്ല, അച്ഛൻ വന്നോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ട്രൈപ്പർ കാർഡിൽ പിന്നെ ഇതാക്കി റെക്കോർഡ് ചെയ്ത് വെച്ച പോലെയാണ്, ഒരു സ്വൈരവും ഇല്ലാതെ. ഞാൻ മറുപടി പറഞ്ഞ് മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും വിളിക്കും പുറത്തുനിന്ന് ചന്ദ്ര. അതാ വരുന്നുണ്ട് പറയും. അപ്പോൾ ഈ ചന്ദ്രയും പാമയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ പറയും, നീ ഇതുവരെ ഒരുങ്ങിയില്ലേ മോളെ, നീ എന്താ ഒരുങ്ങാത്തത്, എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു, നീ എന്താ ഒരുങ്ങാതെ നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയും, പിന്നെ ഇല്ലമ്മേ ഞാൻ ഒരുങ്ങാൻ നിൽക്കാം, മേക്കപ്പൊക്കെ കഴിഞ്ഞ് സാരി ഉടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ പറയും ബാമ പറയും, സാരി ഉടുക്കാനല്ലേ പ്രയാസം എന്ന് പറയും. അപ്പോഴേക്കും മോളെ അച്ഛൻ പോകുമെന്ന് പറയും. അപ്പോൾ അച്ഛൻ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു, മലേഷ്യയിലെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു കയറുകയെന്നും പറഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഫ്ലൈറ്റിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയും. എന്നാലും നീ ഒന്ന് വിളിച്ച് നോക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ സ്വൈരം കെടുത്താണ് ശ്രുതിനെ. അപ്പോൾ ഫോണും വെറുതെ വിളിക്കുമ്പോൾ നോട്ട് റീച്ചബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടാവില്ല അച്ഛൻ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പറയാം, നീയൊന്ന് അടങ്ങ് ചന്ദ്രേ, ഫ്ലൈറ്റിലും പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വരണം, മലേഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് എത്തണ്ടേ, അപ്പോൾ അതിന് സമയം പിടിക്കില്ല, നീയൊന്ന് സൗകര്യം കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബാമട്ടോ. അപ്പോൾ പറയും, പിന്നെ നേരത്തെ എത്തേണ്ടത് നിൻ്റെ ചടങ്ങാണ് ആദ്യം, അപ്പോൾ അച്ഛൻ നേരത്തെ എത്തേണ്ടതല്ലേ, കല്യാണത്തിന് പോലും ഇവളുടെ അച്ഛൻ വന്നിട്ടില്ല, അപ്പോൾ ഇതിനെങ്കിലും നേരത്തെ വരേണ്ടതല്ലേ എന്ന് പറയും. അപ്പോൾ അച്ഛന് ബിസിനസ് തിരക്കാണ്, പിന്നെ അത് കാരണമാണ് അമ്മ, അങ്ങനെ ഓടി പിടച്ചൊന്നും വരാൻ പറ്റില്ല എന്ന് പറയും. എന്തൊക്കെയായാലും മകളല്ലേ, സ്വന്തം മകളല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറഞ്ഞു, അമ്മ പോയിക്കോളും, ഞാൻ ഡ്രസ്സ് മാറാം, അപ്പോൾ അച്ഛൻ വരുമ്പോൾ ഞാൻ വിളിക്കാം എന്നൊക്കെ പറയും. വരുമല്ലോ അല്ലേ എന്ന് പറയും. വരും എന്നറിയും. അപ്പോൾ പറയും, നിൻ്റെ അച്ഛൻ ഒരു ഉത്തരവാദിത്വമില്ല, എങ്ങനെയാണെന്നൊക്കെ പറയുകയാണ്. അവസാനം ബാമ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക. നീ പിന്നെ എന്താണ് വാ എന്ന് പറഞ്ഞിട്ട് അവർ ഡ്രസ്സ് മാറട്ടെ പറഞ്ഞിട്ട്. എന്നിട്ട് ബാമയും ചന്ദ്രയും കൂടി അങ്ങോട്ട് പോകുമ്പോൾ ശ്രുതിയും മീരയും കൂടെ പുറത്ത് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ പറയും, കണ്ടില്ലേ എന്താ ചെയ്യാൻ, എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല അറിയും. അപ്പോൾ പറയും, അത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ നിൻ്റെ അവസ്ഥ, എന്താ ഇവർ ഇങ്ങനെ, അയ്യോ വല്ലാത്തൊരു സാധനം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ മീരയും പറയുകയാണ്. അപ്പോൾ പറയും, നീ ആക്കിയ ആൾ വരുമോ എന്ന് നോക്കുമ്പോഴേക്ക് ഏതാൾ എന്ന് വെച്ചിട്ടാണ് സുധി വരുന്നു. അപ്പോൾ അവൻ വരുമെന്നല്ലേ ചോദിച്ചത്, അപ്പോൾ അവന്നല്ല അവർ വരുമെന്നാണ് ചോദിച്ചത്, എൻ്റെ അച്ഛൻ എപ്പോഴാണ് വരിക എന്നാണ് ചോദിച്ചത് എന്നൊക്കെ പറയും. അങ്ങനെയാണോ പറയും, എന്താ സുധി ഇവിടെ എന്ന് ചോദിക്കുക ശ്രുതി. അപ്പോൾ പറയും, എൻ്റെ സ്പ്രേ നിൻ്റെ ബാഗിലാണ്, അതെടുക്കാൻ വേണ്ടി വന്നതാണ് പറയും. അപ്പോൾ ശരി, അപ്പോൾ സുധി ഡ്രസ്സ് മാറിയില്ലേ, ഞാൻ മാറിയില്ല പറയും. അപ്പോൾ ഒരു ജൊബയും മുണ്ടൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത്. ഞാൻ മാറി, നീയാണ് ഇനി വേഗം മാറുക, പിന്നെ നീ പെട്ടെന്ന് വേഷം മാറി അങ്ങോട്ട് വാ എന്നിങ്ങനെ പറയണം. അപ്പോൾ എന്നാൽ സുധി ഞാൻ സ്പ്രേ എടുത്ത് തരാറിട്ട് അങ്ങോട്ട് ചെല്ലുക. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മീര പോയി നോക്കുന്നുണ്ട്, സച്ചിയും രേവതി അവിടെ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. പോയി നോക്കുമ്പോൾ സച്ചി രേവതി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വന്ന് പറയും, സച്ചി രേവതി അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ മിണ്ടാണ്ടിരിക്കുകയാണ് സച്ചി എന്ന് പറയും. അപ്പോൾ രേവതി പറഞ്ഞിട്ടുണ്ടാവും, വഴക്കിനും ഇത് വയ്യാവേലിക്കൊന്നും പോകേണ്ട, മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവും, അതാവും ഒതുങ്ങിയിരിക്കുന്നതെന്ന് അറിയും. പക്ഷേ നമ്മളെങ്ങനെ അവനെ പ്രകോപിപ്പിച്ച് പുറത്ത് ചാടിക്കും എന്നറിയും. അതൊക്കെ ചെയ്യാം, കാരണം സച്ചിനെ അറിയുന്ന ഒരാളാണ് വരുന്നത്. സച്ചിനെ അറിയിച്ചാൽ വെള്ളം അടിക്കുന്ന ആൾ. അപ്പോൾ അയാളും സച്ചിനെ മാറ്റി കൊണ്ടുപോയി വെള്ളം മദ്യപിപ്പിക്കുക. എന്നാൽ പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ അവന് പിന്നെ കണ്ണ് കാണില്ല, അവൻ എന്താ പറയുന്നത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയയും കിട്ടില്ല. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇവർ, കുടിപ്പിച്ചിട്ട് സച്ചിനെ കൊണ്ട് മണ്ഡപത്തിൽ പ്രശ്നം ഉണ്ടാക്കിക്കുക. അതാണ് ഇവർ ചെയ്യുന്നത്. മറ്റവർ ചെയ്യുന്നത് സച്ചിനെ എങ്ങനെയെങ്കിലും പ്രകോപിപ്പിച്ചിട്ട് അടി ഉണ്ടാക്കിക്കുക. അങ്ങനെ രണ്ടു കൂട്ടരും കൂടെ പൊരിഞ്ഞ പ്ലാനിങ്ങിലാണ്. സച്ചിനെ മണ്ഡപത്തിലിട്ട് എല്ലാവരും കൂടെ സച്ചിനെ അടിച്ചോടിക്കുക. അതായത് സച്ചി പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശ്രീകാന്തും വർഷയും വഴക്കാക്കി പിന്നെ ആ വീട്ടിലേക്ക് പോയില്ല, ഇങ്ങോട്ട് ഇവരെ വീട്ടിലേക്ക്, അതായത് ഇവളുടെ വീട്ടിലേക്കേ പോവുള്ളൂ. എന്താ പറയുക, മഹിമയും വർഷയുടെ വീട്ടിലേക്കേ പോവുള്ളൂ, വർഷയുടെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ അതിന് കച്ചറ ഉണ്ടാക്കിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നിൽക്കും. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വർഷയാണ്. പുതിയ കുറേ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് ആകെ കല്യാണ പെണ്ണിനെ പോലെ അണിഞ്ഞൊരുങ്ങിയിട്ട്. അപ്പോൾ വർഷ ഇങ്ങനെ പറയണ്ടേ, എനിക്ക് ഈ സ്വർണ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആകെപ്പാടെ ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നു, എന്തിനാണ് അതൊക്കെ ഇട്ടണത് അറിയാം. പറയുന്നത്, നീ നിൻ്റെ കല്യാണത്തിന് അധികമൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്, നിൻ്റെ കല്യാണം പോലെ തന്നെയാണ് അറിയുക, എന്നാലും ഇത് കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴേക്കും നമ്മളെ ശ്രീകാന്ത് അങ്ങോട്ട് വരും. അപ്പോൾ ശ്രീകാന്ത് പറയും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അറിയും. അപ്പോൾ
അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് അറിയാം, അപ്പോൾ കൂടെയുള്ള പെൺകുട്ടികൾ അറിയും ഞങ്ങളിപ്പോൾ വരാറുണ്ട്, അവരങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് അറിയും നല്ല സുന്ദരിയായിട്ടുണ്ട് നീ അറിയാം. അപ്പോൾ വർഷം എന്താ ഞാൻ സുന്ദരിയല്ലേ വയ്ക്കുമ്പോൾ നീ സുന്ദരി തന്നെയാണ്, പക്ഷേ ഇന്ന് കുറച്ചും കൂടെ സുന്ദരിയായിട്ടുണ്ട്. പക്ഷേ ഇത്രയും ആഭരണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെയോ ഒരു പ്രത്യേകത നമുക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവർ രണ്ടാളും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ പറയും പിന്നെ എന്താണ് അപ്പോൾ നമുക്ക് നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടെന്നൊക്കെ അങ്ങനെ ശ്രീകാന്ത് ഇവിടെ ഇങ്ങനെ പുകഴ്ത്തണം. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയല്ലേ എന്നൊക്കെ പറയും. ശ്രീകാന്തും നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ പറയും നിൻ്റെ മുഖത്ത് എന്താ ഒരു പാട് മേക്കപ്പ് ചെയ്ത് ഇവിടെയാണോ വെച്ചിട്ട് അവളിങ്ങനെ തൊട്ടണിക്കുമ്പോൾ ഇതാ ഇവിടെ ആരുടെ ഇങ്ങനെ ഉമ്മ വെക്കാൻ ചെല്ലും. അപ്പോൾ പറയും ആഹാ നീൻ്റെ കയ്യിലിരിപ്പോൾ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. അപ്പോൾ പറയും ഇന്ന് ഭയങ്കര റൊമാൻസ് ആണല്ലോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 അടി വിട്ട് നിൽക്കാൻ വേണ്ടി പറയും. ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയും. ഇതിപ്പോൾ ഇന്ന് ഈ റൂമിൽ നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്താ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവസാനം സ്നേഹത്തോടു കൂടി ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും മഹിമ അങ്ങോട്ട് പറയും പിന്നെയും സ്വർണ്ണം കൊണ്ട് മോളേന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ അയ്യോ ആൻറ്റി വരുന്നു ഞാൻ എവിടെയെങ്കിലും വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീ എന്താ ശ്രീകാന്ത് ഈ കാണിക്കണേ നിൽക്കുമ്പോൾ അപ്പോൾ പറയും അവിടെ നിൽക്കറിയും. അപ്പോൾ പറയും മോൻ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചില്ല സോറി എന്നൊക്കെ പറയും. അപ്പോൾ ഇല്ല ആൻറ്റി ഞാൻ വെറുതെ പിന്നെ എൻ്റെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നത്, അത് വർഷയുടെ കയ്യിലായിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. എന്നാൽ ശരി പോവാട്ടോ വർഷകാരൻ്റെ ശ്രീകാന്ത് വേഗം പോവാം. അപ്പോൾ പറയും എന്താ അവന് പറ്റിയത് നിൽക്കുമ്പോൾ പറയും ശ്രീകാന്ത് അങ്ങനെയാണ് അമ്മ പറയും. പിന്നെയും സ്വർണ്ണം കൊണ്ടേ കൊടുക്കുക, നീ ഇതും കൂടെ ഇടുക പറഞ്ഞിട്ട് അമ്മ ഇതന്നെ കൂടുതലാണ് എനിക്ക് മതി എന്നറിയും. അതല്ല നീ ഇതും കൂടെ ഈ സ്വർണ്ണം കൂടെ ഇടുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഹിമ പിന്നെയും സ്വർണ്ണം കൊണ്ടേ ഇടിക്കുകയാണ് പിന്നെ വർഷേനെ. അപ്പോൾ വർഷം അതൊക്കെ ഇട്ടിട്ട് ഒക്കെ ഇതാവണം. അപ്പോഴേക്കും പിന്നെ ആകെ എന്താ പറയുക എല്ലാവരും കൂടെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്ത് വഴക്കാണ് അവിടെ ഉണ്ടാവാൻ പോണത്, അതായത് മണ്ഡപത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല. അപ്പോൾ എന്താണ് അപ്പോൾ ആകെപ്പാടെ ഇതായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ വർഷയുടെ അമ്മ പിന്നെയും ഗോൾഡ് സ്വർണ്ണമൊക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് തന്നെ ആകെ ചമ്മി നിൽക്കുകയാണ്, വർഷേനായിട്ട് കൊഞ്ചി കുഴഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് മറ്റേ വർഷയുടെ അമ്മ വരുന്നത്. അപ്പോൾ പറയും അമ്മ ഇത്രയും സ്വർണ്ണമൊക്കെ ഞാൻ ഇടണം വയ്ക്കുമ്പോൾ വേണം ഇത്രയും സ്വർണ്ണം ഇടണം, കാരണം നമ്മളുടെ പെരുമ എല്ലാവരും അറിയുന്നത് ഇങ്ങനത്തെ ഓരോ ചടങ്ങിലാണ്. നിനക്ക് നിൻ്റെ കല്യാണത്തിന് ഒന്നും തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല, വരൻ്റെ വീട്ടിലത്തെ ആൾക്കാരുടെ അതിലല്ല നമ്മൾ അറിയേണ്ടത്, നമ്മളെ വീട്ടിലെ ഇതും കൊണ്ട് വേണം ആളുകൾ അറിയാൻ. എന്നിട്ട് നീ ഇവിടെ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചിരുത്തി ഒരു മാല പിന്നെ ഇടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പറയും പിന്നെ നീ വേഗം ഒരുങ്ങണം കേട്ടോ, കാരണം ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം നടത്തുന്നത്, അപ്പോൾ അതിനും നീയും പങ്കെടുക്കണം, അപ്പോൾ അങ്ങോട്ട് നീ പെട്ടെന്ന് പറയും. അപ്പോൾ അവൾ പറയും വർഷം പറയും അതിന് ഞാൻ എത്തിക്കോളാം അമ്മ പോയിക്കോ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ മഹിമ അങ്ങോട്ട് പോവാണ്. അങ്ങനെ വർഷം വീണ്ടും പിന്നെ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ നിന്നിട്ട് മാലയൊക്കെ ഒന്ന് ശരിയാക്കി ഒക്കെ ഇതാവുകയാണ്. കാരണം അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല ആഭരണങ്ങൾ അണിഞ്ഞത്. അവളിങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്ന ആ തള്ളയുടെയും തന്തയുടെയും ഒന്നും സ്വഭാവമല്ല അവൾക്ക്. കുറച്ചൊരു പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവൾ കുറച്ചൊക്കെ നല്ലൊരു കുട്ടിയാണ്. അപ്പോൾ മാത്രമല്ല രേവതിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് അതിന്. അപ്പോൾ അങ്ങനെ അന്നത്തെ ചടങ്ങൊന്നും അലങ്കോലാവേണ്ട കഴിഞ്ഞു പോയി. അല്ല സോറി ഇന്നത്തെ ദിവസം കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ കിടക്കല്ലേ ഈ ദിവസങ്ങൾ. അപ്പോൾ ഏതായാലും എല്ലാവരും തട്ടിക്കൂട്ടി കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ സച്ചിനി പിന്നെ രേവതിനെയൊക്കെ ആളുകളുടെ ഇട്ട് നാറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആരും ചെമ്പനീർ പൂ മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ തന്നെ എൻ്റെ ഈ കഥ നിങ്ങളെല്ലാവരും കേൾക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണ് കേൾക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, ശുഭദിനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. പിന്നെ താങ്ക് യു. ഞാൻ വേറെയും കഥകൾ ഇടുന്നുണ്ട്, കേൾക്കണം പിന്നെ കേട്ട അഭിപ്രായവും പറയണം കേട്ടോ. പിന്നെ വേറെന്താ, അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.